സജീർ ഈസി സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോണത്, ഇപ്പോൾ നമ്മൾ ഒരു 39ൻ്റെ ഒരു ബ്ലൗസ് നമ്മൾ തയ്ച്ചു. ആ ബ്ലൗസിൽ നിന്ന് നിങ്ങൾക്കറിയാം, ഇത് ഞാൻ തയ്ച്ച അളവ് കൃത്യമായിട്ടും നിങ്ങൾക്കറിയാം. ആ വീഡിയോ എല്ലാവരും കണ്ടതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയാണ്. ബ്ലൗസിൽ നിന്ന് അളവെടുക്കുന്നത് കൃത്യമായി അളവെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലൗസ് കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ ബ്ലൗസ് എങ്ങനെയാണ് ബ്ലൗസിൽ നിന്ന് എങ്ങനെയാണ് അളവെടുക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കൃത്യമായി ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ അളവ് തന്നവർ അളവ് വേറെ മാറ്റിയാണ് അവർ തന്നത്. അപ്പോൾ നമ്മളൊരു ബ്ലൗസ് ആദ്യം അയച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ അവരളവിലല്ല അത് ചെയ്തിരിക്കുന്നത്, വേറെ അളവാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് എത്രയിലാണ് ചെയ്തതെന്ന് എനിക്കറിയാം. പിന്നീട് ഞാൻ അവരളവ് കണ്ടുപിടിച്ചു, മാറ്റങ്ങൾ വരുത്തി അയച്ചു കൊടുത്തു. കറക്റ്റായിരുന്നു, ആ അളവിലാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. അപ്പോൾ ലൈനിങ് ബ്ലൗസ് എന്നാണ് എനിക്ക് അളവ് തന്നത്. എന്നിട്ടാണ് സാധാ ബ്ലൗസ് ചെയ്തപ്പോഴത്തേക്ക് അത് പ്രശ്നം വന്നു. പിന്നെ ആ അളവെടുത്തതും തെറ്റായിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും ബ്ലൗസിൽ നിന്ന് അളവെടുക്കുമ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരളവും എടുക്കരുത്. ഞാൻ എന്തളവാണ് ഇവിടെ എടുക്കുന്നത് അതല്ലാതെ വേറൊരളവും നിങ്ങൾ എടുക്കരുത്. അപ്പോൾ ബ്ലൗസ് നന്നായിട്ട് അയൺ ചെയ്ത് ഇതുപോലെ വെക്കുക. ഈ താഴെ ഈ സൈഡ് കറക്റ്റ് ഇങ്ങനെ പിടിച്ച് വരച്ച് കഴിഞ്ഞാൽ കിട്ടും. ഇതിങ്ങനെയൊന്നും പിടിച്ച് വെക്കരുത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അളവ് നമുക്ക് കറക്റ്റായി കിട്ടില്ല. ഈ താഴെ സൈഡ് ഇങ്ങനെ കറക്റ്റായിട്ട് ഇതെല്ലാം സ്ട്രൈറ്റ് ആയിരിക്കണം. ഇതുപോലെ ഇങ്ങനെ കുറുകിയ നിൽക്കാൻ പാടില്ല, വിരിഞ്ഞ് നിൽക്കാൻ പാടില്ല. കറക്റ്റ് റൗണ്ട് ഷേപ്പ് കറക്റ്റായിരിക്കണം. നമ്മളിത് ചെയ്തത് 39ലാണ്. ഇത് നോക്കേണ്ടത്, ഇത് നോക്കുക എത്ര ഉണ്ടെന്ന്, കൃത്യം 21. അത് കഴിഞ്ഞ് ഇത് നോക്കുക, ഇവിടം വരെ 8.5, ഇവിടെയും 8.5. അപ്പോൾ 8.5 എത്രയായി? 19 അല്ലേ? 19, 21, 8, 17, 17, 21, 38. നമ്മൾ 39ൻ്റെ ബ്ലൗസാണ് ചെയ്തത്. അപ്പം ഫുൾ ബോയിൽ ബ്ലൗസ് ചെയ്യുമ്പോൾ, അതായത് സാധാ ബ്ലൗസ് ചെയ്യുമ്പോൾ, ലൈനിങ് ഒന്നും ഇല്ലാത്ത സാധാ ബ്ലൗസ് ചെയ്യുമ്പോൾ മൊത്തം ചുറ്റുള്ളവർ 1 ഇഞ്ച് കുറച്ച് വെക്കും. അപ്പം 21, 17 നമുക്ക് 38 കൃത്യമായിട്ട് കിട്ടി. നമ്മൾ 38ആണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കരുത് ഇത് 32ൻ്റെ ബ്ലൗസാണെന്ന് മനസ്സിലാക്കരുത്. ഇത് 39ൻ്റെ ബ്ലൗസാണ്. കാരണം ബ്ലൗസ് നമ്മളിത് ലോ നെക്കാണ്. ലോ നെക്ക് ചെയ്യുമ്പോൾ ബ്ലൗസ് വിരിയും, നന്നായിട്ട് വിരിഞ്ഞു കൊടുക്കും. അപ്പോൾ വിരിവാണ്. സാധാ ബ്ലൗസ് കുറച്ചുകൂടി വിരിയും, കാരണം ഇത് നല്ല ഫ്ലെക്സിബിളുള്ള തുണിയാണ്. അതുകൊണ്ടാണ് നമ്മൾ 1 ഇഞ്ച് സാധാ ബ്ലൗസിന് മൊത്തം ചുറ്റളവിൽ കുറയ്ക്കുന്നത്, താഴെയും മേളിലോട്ട് കുറയ്ക്കുന്നത്. നേരെ മറിച്ച് നിങ്ങളിത് ലൈനിങ് ബ്ലൗസ് ചെയ്യുകയാണെങ്കിൽ 39ൽ തന്നെ ചെയ്യണം. അപ്പോൾ ഈ ബ്ലൗസ് 39ൻ്റെ ബ്ലൗസാണ്. ഇനി നേരെ മറിച്ച് ക്ലോസ് നെക്കാണ് ചെയ്യണമെങ്കിൽ 40ൽ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സെറ്റ് ആവുള്ളൂ. അപ്പം ഈ ബ്ലൗസ് 40 ആവില്ല ഒരിക്കലും, 39 തന്നെയാണ്. ഇത് ക്ലോസ് നെക്കിന് നമ്മൾ വിരിയാത്തത് കൊണ്ട് 1 ഇഞ്ച് കൂട്ടി വെക്കുന്നതാണ്. ക്ലോസ് നെക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലോസ് ആയിട്ട് വരുമല്ലോ, ആ നെക്കാണ്. അപ്പോൾ അതാണ് ബ്ലൗസിൻ്റെ മെത്തേഡ്. അപ്പോൾ നമ്മളിത് 38ലാണ് ചെയ്തത്, പക്ഷേ ഇത് 39ൻ്റെ ബ്ലൗസാണ്. അപ്പം 21, 8 കൃത്യമാണ്. 17, 8 ഉണ്ട് കൃത്യം. ഇവിടെ 8 ഉണ്ട്. നമ്മൾ ഈ ഹൂക്കിടുന്ന ഭാഗം വിട്ട് വേണം പിടിക്കാൻ, അതാണ് കറക്റ്റ് അളവ്. അപ്പോൾ 8 നിങ്ങൾക്ക് 17 കിട്ടും. ഇത് 21 കിട്ടും. അങ്ങനെ 38. പിന്നെ നോക്കേണ്ടത്, ഇപ്പോൾ ചെസ്റ്റ് ആയി കഴിഞ്ഞു. ഇനി ഹൈറ്റ് 13.5 നമ്മൾ ചെയ്തത്. കൃത്യം 13.5 നമുക്കുണ്ട്. പിന്നെ നോക്കേണ്ടത് നെക്കിൻ്റെ ഇറക്കം. അത് ഓപ്ഷനാണ്, നമുക്ക് ആവശ്യമുള്ളത് വെക്കാം, അത് നിർബന്ധമൊന്നുമില്ല. അത് 8 ഇഞ്ചാണ് നമ്മളിവിടെ വെച്ചത്. അത് ജസ്റ്റ് ഇങ്ങനെ നോക്കി വയ്ക്കാം. 8 ഇഞ്ച് നോക്കി വയ്ക്കാം. നിങ്ങൾക്ക് 7 ഇഞ്ചോ 9 ഇഞ്ചോ ഒക്കെ വെക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഇത് മിനിമം ഒരു 5 ഇഞ്ച് ഉണ്ടായിരിക്കണം. 6 ഇഞ്ച് വേണം, ഇതായാലും 5 ഇഞ്ച് വെച്ചിട്ടുള്ളൂ. പിന്നെ നോക്കേണ്ടത് സ്ലീവിൻ്റെ ഓപ്പണിങ്, ഇത് 6 ഇഞ്ച് കൃത്യമാണ്. 6 ഇഞ്ച് കൃത്യമായിട്ടും നമ്മൾ വെച്ചിട്ടുണ്ട്.
പിന്നെ സ്ലീവിൻ്റെ ലെങ്ത്ത് 8 ഇഞ്ചാണ്. 8 ഇഞ്ചോളം സ്ലീവിൻ്റെ ലെങ്ത്ത് ഉണ്ട്. കറക്റ്റായിട്ട് പിടിക്കുകയാണെങ്കിൽ 8 ഇഞ്ച് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് സ്ലീവിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഇതിൽ സ്ലീവിൻ്റെ ലെങ്ത്തും ഓപ്പണിങ്ങും മാത്രം നിങ്ങൾ എടുത്താൽ മതി. പിന്നെ ബാക്കിയൊക്കെ മാറാത്ത അളവാണ്. നമ്മൾ മാർക്ക് ചെയ്യുമ്പോഴാണ് അത് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾ കണ്ടതാണ്, അപ്പോൾ നിങ്ങൾക്ക് അത് കാണുമ്പം അറിയാൻ കഴിയും. അപ്പോൾ ബാക്കി അളവുകൾ അതിപ്പം ചെസ്റ്റ് എടുത്തു, ലെങ്ത്ത് എടുത്തു, സ്ലീവിൻ്റെ ഓപ്പണിങ് എടുത്തു, സ്ലീവിൻ്റെ ലെങ്ത്ത് എടുത്തു, സ്ലീവിൻ്റെ ഓപ്പണിങ് എടുത്തു. അപ്പം 2, 3 അളവുകളായി, 4 അളവുകളായി. ഇനി നമുക്ക് വേണ്ടത് വേസ്റ്റിൻ്റെ അളവ് മാത്രമേ ആവശ്യമുള്ളൂ. ഇവിടെ നിന്ന് പിടിക്കുക. എപ്പോഴും ഈ ഹൂക്കറിൻ്റെ ഭാഗം വിട്ടിട്ട് പിടിക്കുക. കൃത്യം 33 ഉണ്ട്. നമ്മൾ 33ലാണ് ചെയ്തത്. 34 വേണം. അതിൽ 1 ഇഞ്ച് നമ്മൾ കുറച്ചിട്ട് 33. ഇങ്ങനെ പിടിച്ചു നോക്കുക. ഈ 5 അളവുകൾ മതി ഒരു ബ്ലൗസ് ചെയ്യാനായിട്ട്. നിങ്ങൾ ബ്ലൗസിൽ നിന്ന് അളവെടുക്കുകയാണെങ്കിൽ. ബാക്കി കട്ടിങ് വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ബാക്കിയെല്ലാം മാറാത്ത അളവുകളാണ്. ആ അളവുകൾ നിങ്ങൾ കറക്റ്റായിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ അളവ് ബ്ലൗസ് വെച്ച് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ ബ്ലൗസിൽ നിന്ന് അളവെടുക്കുന്നതും ഞാൻ വിട്ടിട്ടുണ്ട്. നിങ്ങൾ അളവ് ബ്ലൗസിൽ നിന്ന് ഒരിക്കലും ഈ നെക്കിൻ്റെ വീതിയൊന്നും ഒരിക്കലും അളന്നെടുക്കരുത്. അത് ആ മാറാത്ത അളവുകൾ നോക്കി തന്നെ എല്ലാ ബ്ലൗസും ഇങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കറക്റ്റായി കിട്ടില്ല. ഇങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായി കിട്ടില്ല. അതുപോലെ ഈ ബ്ലൗസിൻ്റെ നമ്മുടെ ഈ ലെങ്ത്തും എടുക്കരുത്. തയ്ച്ചതിന് ശേഷമുള്ള ഈ ലെങ്ത്തും എടുക്കരുത്. നിങ്ങൾക്ക് കറക്റ്റായി കിട്ടില്ല. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കട്ടിങ് മെത്തേഡിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതെങ്ങനെ എടുക്കുക എന്നുള്ളതൊക്കെ നമ്മൾ വളരെ വിശദമായിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും മാക്സിമം പഴയ ബ്ലൗസ് നിങ്ങൾ അളവെടുക്കാതിരിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ മാത്രം അളവെടുക്കുക. അതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഈ ബ്ലൗസൊന്നും ഞാൻ ഓൾറെഡി വേറൊരെണ്ണം ഒരു ചാണകപ്പച്ച കളർ ഞാൻ അവർക്ക് അയച്ചു കൊടുത്ത വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. അവർ ആ അളവൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് പെർഫെക്റ്റ് ഫിറ്റിങ്സ് ആയിരുന്നു എന്ന് അവർ പറഞ്ഞു. അതിന് ശേഷമാണ് ഞാൻ അവരെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനി അയച്ചു കൊടുക്കും. ഇതിലിനി ഒരു വീഡിയോ കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഫോർമാറ്റിൽ മാത്രം നിങ്ങൾ അളവെടുക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ആര് ചാനലിലേക്ക് വന്നാലും നിങ്ങൾ എത്ര തയ്ക്കാൻ അറിയുന്ന ആളായിക്കോട്ടെ, നിങ്ങൾ അളവെടുക്കുന്ന എങ്ങനെയാണ് നമ്മുടെ ഫോർമാറ്റിൽ ബ്ലൗസിന് അളവെടുക്കണം എങ്ങനെയാണെന്നുള്ള വീഡിയോ ആണ് നിങ്ങൾ ആദ്യം കാണേണ്ടത്. അത് കണ്ടിട്ട് മറ്റു വീഡിയോകളിലേക്ക് നിങ്ങൾ പോകാവൂ. എങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ ശരിക്കും മനസ്സിലാവുള്ളൂ. കാരണം വളരെ എളുപ്പമാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന മെത്തേഡ്. വളരെ ഈസിയാണ് മനസ്സിലാക്കാനും ചെയ്യാനും. എൻ്റെ ഫിറ്റിങ്സ് പെർഫോമൻസും സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ അളവ് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് നിങ്ങൾ പഠിക്കുക. ഞാൻ ഒരുപാട് അളവുകളൊന്നും എടുക്കാറില്ല. ഇപ്പോൾ ഇതിനകത്ത് 5 അളവുകൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ മാറാത്ത അളവുകളും ഓപ്ഷനുമാണ്. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബാക്ക് നെക്കാണ് ഓപ്ഷനായിട്ട് പറഞ്ഞത്. ഫ്രണ്ട് നെക്ക് മാറൂല. പിന്നെ ആം ഹോളിൻ്റെ സൈസ് മാറൂല. അതെല്ലാം നമ്മൾ കട്ടിങ് വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഫ്രണ്ട് പീസിൻ്റെ ലെങ്ത്ത് അതും മാറില്ല. അതെല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.